ഇതെല്ലാം കൂടെ പണ്ടാരം അടങ്ങാനായിട്ട് പിന്നെ അവനെ കെട്ടിയെടുത്തോ? നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? ചെറിയൊരു പ്രശ്നമുണ്ട്. മുഖത്തും മൂക്കിലും തലയിലുമായി 4 ചതവുകളുണ്ട്. അത് കേശാണല്ലോടാ ഗോവാല. വഴിയുണ്ട്. എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണത്, മുറിവല്ല. എവിടെയോ എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട്. എന്താ അത്? ഹൃദയധമനികളിൽ 75% ബ്ലോക്ക്, ലിവർ സിറോസിസ്, വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഒപ്പം കാലിൽ അൾസർ. അയ്യോ ഇത്രയൊക്കെ ഉള്ളു മനുഷ്യന്റെ കാര്യം. ഓരോരുത്തരുടെ തലയിലെഴുത്ത്. വടിയൊക്കെ ഊന്നിയാണെങ്കിലും ദർശനത്തിന് വരുവാൻ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? ആരോഗ്യത്തിന് ഒരു കുറവില്ല. കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം, മരുന്ന് ഇതെല്ലാം കറക്റ്റാ. ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഞാൻ ആരോ കേട്ടാ. ആരോഗ്യം നല്ല, കിടരോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്ന് വെച്ചാ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല. അവർക്ക് ആഹാരത്തിന് വേറെ ഒരു രീതിയിലും നല്ല സ്മൂത്ത് ആയ ആഹാരം തന്നെ അവര് കഴിച്ചത്, നന്നായിട്ട് തന്നെ ഇരുന്നത്. ചിലതൊക്കെ നീ അമുക്കുന്നുണ്ട്. എന്ത് കാര്യം നീ പറഞ്ഞു വരുന്നേ? കാലിലൊക്കെ ഉള്ള മുറിവുണ്ടായിരുന്നു. ബാക്കില്. ഓഹോഹോ, എന്റെ സംശയം ബലപ്പെട്ടു. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഒരു കൊതു കടിക്കാൻ ഞങ്ങൾ അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ്. വെറുതെ അനാവശ്യം പറയരുത്. കുറെ നാളായി മനുഷ്യന്റെ സ്വൈര്യം കെടുത്താൻ തുടങ്ങിയിട്ട്. പോരാ പോട്ടോന്ന് വിചാരിക്കുന്നതോറും അഹമ്മതി കൂടി വരിക. പിന്നെ മരം വെട്ടുകാരന് പിന്നെ എന്തൊരു വരില്ല. എന്തൊക്കെ അറിയണ്ടത്? ഞാൻ താണു വന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്ന അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. അങ്ങനെ ഒരു മുറിവില്ല. ഇല്ലാത്ത എന്തിനാണ് പറയണത്? അയ്യടാ, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. സമാധി എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമായിട്ടുള്ള സംഭവമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭക്തി മാർഗത്തിലുള്ളതാണ് സമാധി. തുടങ്ങി. ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞ സമാധി 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 ആരും വിശ്വസിച്ചില്ല. ഇത് എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കാം? ഇവരുടെ ഉപജീവന മാർഗം എന്നാണ് എല്ലാ ചാനലിലൂടെയൊക്കെ ഇപ്പൊ പറയുന്നത്. അവൻ പറയുന്നില്ല വാസ്തവുണ്ട് സജ്ജി. അധ്വാനിക്കണം, ചോര നീരാക്കണം, എല്ലുമുറിയെ പണിയെടുക്കണം. പക്ഷെ അവരുടെ ഭക്തി മാർഗത്തിന് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒന്നും ഉണ്ടാക്കാനല്ല, അതൊരു സിദ്ധിയാണ്, ഒരു തപസ്യയാണ്. നോക്കിക്കോ, നിങ്ങളുടെ ഒന്ന് സഹായം ഞാൻ കാശുണ്ടാക്കും. എങ്ങനെ? ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി 2 പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ? പോട്ടെ.